ഈ നിമിഷം മുതൽ നിങ്ങളുടെ സ്കിൻ കെയർ ഒന്ന് മാറ്റിയാൽ നിങ്ങളുടെ മുഖത്ത് വളരെ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നതായിരിക്കും. കാരണം നിങ്ങൾ അറിയാതെ തന്നെ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ മിസ്റ്റേക്സ് നിങ്ങളുടെ പ്രായം വളരെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക, കുഞ്ഞായിരുന്നപ്പോൾ ധരിച്ചിരുന്ന ഡ്രസ്സ് ഇപ്പോഴും നിങ്ങൾ ധരിക്കുമോ? ഇല്ലല്ലോ, അത് ഫിറ്റാകില്ല. കാരണം നിങ്ങൾ വളർന്നു. അതുപോലെ കുഞ്ഞുനാളിൽ നിങ്ങൾ ധരിച്ചിരുന്ന ചെരുപ്പ് ഇപ്പോഴും ധരിക്കാറുണ്ടോ? അതും പറ്റില്ല. കാരണം നിങ്ങളുടെ കാലുകൾ മാറി, നിങ്ങൾ വളർന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത്രയും ചേഞ്ചസ് സംഭവിക്കുന്ന നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സ്കിന്ന് മാത്രം മാറാതെ നിൽക്കുമോ? ഇല്ല. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് സ്കിന്ന്. നമ്മുടെ സ്കിന്നും ദിവസേന മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രായം മുൻപോട്ട് പോകും തോറും അതിൻ്റെ ആവശ്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, പണ്ട് നിങ്ങൾ ചെയ്തിരുന്ന അതേ സ്കിൻ കെയർ തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ സ്കിൻ ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. ഡ്രൈനെസ്, ഡൾനെസ്, ഫൈൻ ലൈൻസ്, റിങ്കിൾസ് എല്ലാം കാണാൻ തുടങ്ങും. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുഖം വാർദ്ധക്യത്തിലേക്ക് പോവുകയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് 30 കഴിഞ്ഞാൽ സ്കിൻ കെയർ ചേഞ്ച് ചെയ്യണം. അവിടെ നിന്ന് തന്നെയാണ് റിയൽ ആൻറ്റി ഏജിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്, പ്രായം മുൻപോട്ട് പോകുമ്പോൾ സ്കിൻ കെയർ എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നും എന്തൊക്കെയാണ് അതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്നും എന്നതിനെ കുറിച്ചിട്ടാണ്. അത് വളരെ കൃത്യമായിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്കിൻ കെയർ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഫേസ് വാഷ് ചെയ്യും, ക്ലെൻസ് ചെയ്യും, അല്ലേ? പക്ഷേ ഇവിടെ തന്നെ പലരും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതെന്താണെന്നറിയാമോ? ഇന്നും ഒരുപാട് ആളുകൾ മുഖം കഴുകാനായിട്ട് ഇതുപോലെ ഒരു സോപ്പാണ് ഉപയോഗിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ബോഡിക്ക് ഉപയോഗിക്കുന്ന സോപ്പ് ഫേസിന് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഒരുപക്ഷെ നിങ്ങൾ ചെറുപ്പത്തിൽ നിങ്ങളുടെ 20കളിലൊക്കെ നിങ്ങൾ സോപ്പ് ഉപയോഗിച്ചിട്ടുണ്ടാകും. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടുണ്ടാകില്ല. കാരണം ആ സമയത്ത് സ്കിന്നിൽ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും, സ്കിൻ നാച്ചുറലി കൂടുതൽ റെസിലിയൻ്റ് ആയിരിക്കും. പക്ഷേ പ്രായം കൂടുന്തോറും കാര്യങ്ങൾ മാറുന്നു. സ്കിന്നിൻ്റെ നാച്ചുറൽ ഹൈഡ്രേഷൻ കുറയുന്നു, ഓയിൽ പ്രൊഡക്ഷൻ കുറയുന്നു. അത്തരമൊരു സമയത്ത് സോപ്പ് ഉപയോഗിച്ചാൽ അതിലുള്ള ഹാർഷ് ഇൻഗ്രീഡിയൻസ് സ്കിന്നിൻ്റെ നാച്ചുറൽ ഓയിൽസ് മുഴുവൻ എടുത്തു കളയും. അതുകൊണ്ട് സ്കിൻ കൂടുതൽ ഡ്രൈ ആകും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ്? ഫൈൻ ലൈൻസ് കൂടുതൽ വിസിബിൾ ആകും, സ്കിൻ ഡള്ളായി തോന്നും, പതിയെ പതിയെ ചുളിവുകൾ വരാൻ തുടങ്ങും. അതുകൊണ്ട് സ്കിൻ കെയറിൽ നിന്ന് നിങ്ങൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യേണ്ടത് ഫേസ് വാഷ് ചെയ്യാനായിട്ട് സോപ്പ് ഉപയോഗിക്കുന്ന ഈ ഒരു ഹാബിറ്റാണ്. അതിനു പകരം നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ട് ആവുന്ന ഒരു ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ആൻറ്റി ഏജിങ് ഫേസ് വാഷ് യൂസ് ചെയ്യണം. സ്കിൻ ക്ലീൻ ചെയ്യുമ്പോഴും അതിൻ്റെ മോയ്സ്ചർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് പണ്ട് ഉപയോഗിച്ചിരുന്നത് പോലെ ഏതെങ്കിലും ഒരു സോപ്പ്, ഏതെങ്കിലും ഒരു ഫേസ് വാഷ് അങ്ങനെ ഉപയോഗിക്കരുത്. ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് ഉള്ള ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷ് വേണം നിങ്ങൾ നിർബന്ധമായിട്ടും ഉപയോഗിക്കാനായിട്ട്. ക്ലെൻസിങ് കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? മോയ്സ്ചറൈസർ ആണ്. പക്ഷേ ഇവിടെ പലരും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക് എന്താണെന്നറിയാമോ? അതിനായിട്ട് പലരും ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള പോൺസിൻ്റെ മോയ്സ്ചറൈസർ, നിവിയയുടെ മോയ്സ്ചറൈസർ, ഇതൊക്കെയാണ്. ഇന്നും പലരും ഇതുപോലെയുള്ള വളരെ ലൈറ്റായ ബേസിക് ഹൈഡ്രേഷൻ മാത്രം നൽകുന്ന മോയ്സ്ചറൈസറുകളാണ് ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ 20കളിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അത് മതിയായിട്ട് തോന്നിയിട്ടുമുണ്ടാകാം. കാരണം ആ സമയത്ത് എന്താണ്? സ്കിന്നിൽ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും, സ്കിൻ നാച്ചുറലി ഹൈഡ്രേറ്റഡ് ആയിരിക്കും. അതിനാൽ ചെറിയൊരു മോയ്സ്ചറൈസർ പോലും സ്കിന്നിനെ മാനേജ് ചെയ്യാൻ മതിയാകുന്നതായിരിക്കും. പക്ഷേ പ്രായം കൂടുന്തോറും കാര്യങ്ങൾ മാറുന്നു. സ്കിന്നിൻ്റെ നാച്ചുറൽ ഹൈഡ്രേഷൻ കുറയുന്നു, കൊളാജിൻ കുറയുന്നു, സ്കിൻ പതിയെ ഡ്രൈ ആകാനും ഇലാസ്റ്റിസിറ്റി കുറയാനും തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇത്തരത്തിലുള്ള ബേസിക് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്താൽ സ്കിൻ സർഫസിൽ ചെറിയൊരു സോഫ്റ്റ്നെസ് കിട്ടും. പക്ഷേ സ്കിന്നിൻ്റെ ആഴത്തിലേക്ക് വേണ്ട ഹൈഡ്രേഷനും സപ്പോർട്ടും ഒന്നും ലഭിക്കുകയില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഡ്രൈനെസ് തുടരും, ഫൈൻ ലൈൻസ് കൂടുതൽ വിസിബിൾ ആകും, സ്കിൻ ഗ്രാജുവലി ഡള്ളായി തോന്നിത്തുടങ്ങും. അതുകൊണ്ട് മെച്യൂർ സ്കിന്നായാൽ മോയ്സ്ചറൈസർ സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഡീപ്പർ ഹൈഡ്രേഷൻ നൽകുന്ന മോയ്സ്ചറൈസർ, സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉള്ളത്, ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് നൽകുന്ന ഫോർമുലേഷൻസ്, ഇതുപോലെയുള്ള ടാർഗറ്റഡ് മോയ്സ്ചറൈസേഴ്സ് ആണ് നിങ്ങളുടെ സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഏജിങ് പ്രോസസ്സ് സ്ലോ ആക്കാനും സഹായിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള മോയ്സ്ചറൈസറുകളാണ് ഇപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ
ഇന്ന് തന്നെ നിങ്ങൾ അതെടുത്ത് മാറ്റുക. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെയുള്ള ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് ഉള്ള മോയ്സ്ചറൈസറുകൾ ഉപയോഗിച്ച് തുടങ്ങുക. മോയ്സ്ചറൈസർ കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സൺസ്ക്രീൻ ആണ്. പക്ഷേ ഇവിടെയും പലരും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ഉണ്ട്. അതെന്താണെന്നറിയാമോ? പലരും ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ എടുത്ത് ഉപയോഗിക്കാറുണ്ട്. SPF 30 ആണോ 50 ആണോ എന്ന് മാത്രം നോക്കി. ഒരുപക്ഷെ നിങ്ങളുടെ ചെറുപ്പത്തിൽ അത്ര ശ്രദ്ധിക്കാതെ ഏതെങ്കിലും സൺസ്ക്രീൻ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടും ഉണ്ടാകില്ല. പക്ഷെ പ്രായം കൂടുന്തോറും അങ്ങനെയല്ല. സൺ ഡാമേജിൻ്റെ എഫക്റ്റ് കൂടുതൽ വിസിബിൾ ആകാൻ തുടങ്ങും നമ്മുടെ സ്കിന്നിൽ. UV റേസ് ആണ് നമ്മുടെ സ്കിന്നിനെ വേഗം പ്രായമാക്കുന്ന ഏറ്റവും വലിയ കാരണങ്ങളിലൊന്ന്. അത് കൊളാജിൻ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാക്കും, റിങ്കിൾസ് വേഗം വരാൻ കാരണമാകും, സ്കിൻ ടോൺ അൺഈവൻ ആക്കും. അതുകൊണ്ട് ആൻറ്റി ഏജിങ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ കറക്റ്റ് സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കേണ്ടത് ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ആണോ, UVA UVB പ്രൊട്ടക്ഷൻ ഉണ്ടോ, PA റേറ്റിംഗ് PA+++ അല്ലെങ്കിൽ അതിന് മുകളിലുണ്ടോ, SPF 30 അല്ലെങ്കിൽ 50 ആണോ എന്ന് നോക്കുക. ഇതൊരു സിമ്പിൾ സ്റ്റെപ്പായി തോന്നുമെങ്കിലും സൺസ്ക്രീൻ വളരെ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏജിങ് പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കുന്നതായിരിക്കും. സൺസ്ക്രീൻ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഏറ്റവും വലിയ ആൻറ്റി ഏജിങ് ക്രീം എന്ന് പറയുന്നത് സൺസ്ക്രീൻ ആണ്. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാനേ പാടില്ല. അതുപോലെ തന്നെ നല്ലൊരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ ഉപയോഗിക്കാനായിട്ടും മറന്നു പോകരുത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, സിറംസ് ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതാണ്. ഇവയൊക്കെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടവയാണ്. തെറ്റായി ഉപയോഗിച്ചാൽ സ്കിൻ ഡാമേജ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒന്നിലധികം സിറംസ് ഒരുമിച്ച് ലെയർ ചെയ്ത് ഉപയോഗിക്കരുത്. എസ്പെഷ്യലി സ്ട്രോങ് ആക്റ്റീവ്സ് കമ്പൈൻ ചെയ്യുന്നത് സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ടും റെഡ്നെസ്, ബേണിംഗ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടും കാരണമാകും. റെറ്റിനോളും വൈറ്റമിൻ C സിറവും ഒരിക്കലും ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല. ഇവ രണ്ടും പവർഫുൾ ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ട് ഇവ ഒരുമിച്ച് യൂസ് ചെയ്താൽ സ്കിന്നിന് ഓവർലോഡായിട്ട് അത് മാറും. അതുകൊണ്ട് റെറ്റിനോൾ ഉപയോഗിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ വൈറ്റമിൻ C സിറം ഉപയോഗിക്കാനേ പാടില്ല. എന്നാൽ ചില സിറംസ് ഹൈഡ്രേഷൻ നൽകുന്നവയാണ്. ഉദാഹരണത്തിന് ഹൈലറോണിക് ആസിഡ് പോലെയുള്ളവ. ഇവ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും സൂത്ത് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ്. അതിനാൽ ഇത്തരം സിറംസ് മറ്റു പ്രോഡക്ട്സിൻ്റെ കൂടെ ലെയർ ചെയ്ത് ഉപയോഗിക്കാം, അത് കുഴപ്പമില്ല. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ നല്ല ബ്രാൻഡിൻ്റെ പ്രോഡക്ട്സ് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് സിറമൊക്കെ യൂസ് ചെയ്യുന്ന ദിവസങ്ങളിൽ പിറ്റേ ദിവസം നിങ്ങൾ നിർബന്ധമായിട്ടും സൺസ്ക്രീൻ ഉപയോഗിച്ചിരിക്കണം. ഇത്തരം ഇൻഗ്രീഡിയൻസ് സ്കിന്നിനെ വളരെയധികം സെൻസിറ്റീവ് ആക്കും. അതുകൊണ്ട് ഡേ ടൈമിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് കമ്പൽസറിയാണ്. പിന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ ഒന്നും തന്നെ റിസൾട്ട് തരില്ല. ഒരു ദിവസം നിങ്ങൾ ചെയ്തു, പിന്നെ 2 ദിവസം സ്കിപ്പ് ചെയ്തു. ഇങ്ങനെ ചെയ്താൽ സ്കിന്നിൽ യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല. സ്കിന്നിന് വേണ്ടത് റെഗുലർ ആയിട്ടുള്ള ഒരു കെയർ ആണ്. അതാണ് റിയൽ ട്രാൻസ്ഫോർമേഷൻ നൽകുന്നത്. ഇനി മറ്റൊന്ന്, പലരും ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് നൈറ്റ് റുട്ടീൻ്റെ കാര്യത്തിലാണ്. കുറഞ്ഞത് 20 മുതൽ 30 മിനിറ്റ് മുമ്പ് തന്നെ സ്കിൻ കെയർ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ മാത്രമേ അത് ശരിയായിട്ടുള്ള രീതിയിൽ സ്കിന്നിൽ അബ്സോർബായിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യം, ഓവർ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതാണ്. അത് ഒഴിവാക്കണം. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇന്ന്, നാളെ, മറ്റൊന്ന് ഇങ്ങനെ സ്ഥിരതയില്ലാതെ മാറി മാറി ഉപയോഗിച്ചാൽ സ്കിൻ കൂടുതൽ സെൻസിറ്റീവ് ആവുകയും ഇറിറ്റേഷൻസ് വരാനുമുള്ള സാധ്യത കൂടുതലാണ്. ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഹോം റെമഡീസ് ഒന്നും തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. എല്ലാ ആഴ്ചയിലും ഒരു 3 തവണ നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസ് എന്തെങ്കിലും ഒന്ന് ചെയ്തിരിക്കണം. ഇനി മറ്റൊരു കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, പലരും മുഖം പലതവണ കഴുകുന്നതാണ്. ക്ലീൻ ആയിരിക്കണം എന്ന് കരുതിക്കൊണ്ടാണ് നിങ്ങൾ ഒരു ദിവസം ഒരു 3-4 തവണയൊക്കെ വാഷ് ചെയ്യും. പക്ഷേ അതിലൂടെ സ്കിന്നിൻ്റെ നാച്ചുറൽ ഓയിൽസ് റിമൂവ് ആയിട്ട് സ്കിൻ കൂടുതൽ ഡ്രൈ ആകാനും ഇറിറ്റേഷൻസ് വരാനും കാരണമാകും. അതുകൊണ്ട് ദിവസവും 2 തവണ ക്ലെൻസിങ് മതി. അതിൽ കൂടുതലായിട്ട് ചെയ്യേണ്ടതില്ല. ഇനി ചെറുതാണെന്ന് തോന്നുന്ന പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, മുഖം തുടയ്ക്കുന്ന ടവലാണ്. ഡേർട്ടിയായ ടവൽ ഉപയോഗിച്ചാൽ ബാക്ടീരിയ ഫേസിലേക്ക് ട്രാൻസ്ഫർ ആകും. അതുകൊണ്ട് ബ്രേക്ക് ഔട്ട്സ്, ഡൾനെസ് എന്നിവ വരാൻ കാരണമാകും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഓർമ്മിക്കുക, നല്ല ക്ലീൻ ആയിട്ടുള്ള ടവൽ കൊണ്ട് വേണം നിങ്ങൾ മുഖം തുടയ്ക്കേണ്ടത്. അതുപോലെ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമാണ് പില്ലോ കവർ. നമ്മൾ ദിവസവും ഒരേ പില്ലോ കവർ ഉപയോഗിക്കുമ്പോൾ ഓയിൽ, സ്വെറ്റ്, ഡർട്ട് എല്ലാം അതിൽ അടിഞ്ഞുകൂടി നമ്മുടെ ഫേസിൽ അത് ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ആഴ്ചയിൽ 2-3 തവണ പില്ലോ കവർ ചേഞ്ച് ചെയ്യുന്നത് സ്കിൻ ഹെൽത്തിന് വളരെ ഹെൽപ്പ് ചെയ്യും. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏജിങ് എന്നത് ഒരു ദിവസം സംഭവിക്കുന്ന ഒന്നല്ല. അത് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുടെ റിസൾട്ടാണ്.
നിങ്ങൾ ഇന്ന് നിങ്ങളുടെ സ്കിൻ കെയർ ശരിയാക്കാൻ തീരുമാനിച്ചാൽ അത് നാളെ കണ്ണാടിയിൽ കാണുന്ന നിങ്ങളുടെ മുഖത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ ഇഗ്നോർ ചെയ്യരുത്. ശരിയായ കെയർ ചെയ്യാനായിട്ട് തുടങ്ങുക. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം നിങ്ങൾ കണ്ണാടിയിൽ കാണുന്ന ആ ഒരു മാറ്റം അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തതായിരിക്കും. പ്രായത്തെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല. എന്നാൽ പ്രായമാകുന്ന പ്രക്രിയ എത്രത്തോളം സ്ലോ ആകണമെന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കും. സോ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്കിൻ കെയറിൽ നിങ്ങൾ ഇപ്പോൾ വരുത്തിയിരിക്കുന്ന ആ മിസ്റ്റേക്സ് ഒക്കെ ഒന്ന് മാറ്റുക. നിങ്ങൾ എന്തൊക്കെയാണ് ഇനി ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ആഡ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യേണ്ടതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ വളരെ നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നും ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് നിങ്ങളുടെ കമൻസിലൂടെയൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാവാറുണ്ട്. ഈ ഒരു സപ്പോർട്ടും ഈ ഒരു സ്നേഹവും ഒക്കെ തുടർന്നും എനിക്കുണ്ടാകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.